യെസ് മക്കളെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നോക്കൂ, ശ്രദ്ധിക്കൂ. ദ ബൈനോമിയൽ തിയറം ബേസ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ദ റിമൈൻഡർ വെൻ 7⁻103 ഈസ് ഡിവൈഡഡ് ബൈ 23 ഈസ് ഈക്വൽ ടു 7⁻103 ആണ്. ഇതിനെ 23 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ റിമൈൻഡർ എന്താന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ നോക്കേണ്ടത് ആദ്യം ഇത് ബൈനോമിയൽ എക്സ്പാൻഷനിലേക്ക് വരുത്തുകയാണ് ചെയ്യുക ആദ്യം. അപ്പൊ നമ്മൾ ആദ്യം നോക്കേണ്ടത് 7ന്റെ പവർ നോക്കുക. 7⁻2 49, 7⁻2 49, 7⁻3 49 into 3 49 into 7 49 into 7 എന്ന് പറയുമ്പോൾ 343. ഓക്കെ, 7⁻4 ഇങ്ങനെ 2-3 പവറുകൾ അടുത്ത ഒരു 3-4 പവർ എഴുതി നോക്കുക. നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഈ 23യുടെ മൾട്ടിപ്പിൾസ് നോക്കണം. എന്നിട്ട് ഈ 7² അല്ലെങ്കിൽ 7³ ഒക്കെ അടുത്ത് വരുന്ന മൾട്ടിപ്പിൾ ഏതാ നോക്കുക. ഇതിപ്പോ നമുക്ക് വേണമെങ്കിൽ ഇതിനെ 7² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 23 into 2 46 ആണ് അല്ലെ. അപ്പം 7² 46 plus 3 ആണ് 49. അടുത്ത നമുക്ക് അറിയാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 7³ 343 ആണ്. അപ്പൊ ഈ 103 എന്ന് പറയുന്നത് ഡയറക്റ്റ് ഈ 3ന്റെ മൾട്ടിപ്പിൾ ആണോ നോക്കുക. കാരണം 7³ 343 ആയതുകൊണ്ട് ഈ 343 ഈ 23 into 15 23 into 15 എന്ന് പറയുന്നത് 23 into 15 എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് 345 എന്ന് കിട്ടും. 345. അപ്പൊ ഈ 343 7³ ആണ്, 345. അപ്പൊ അത് തമ്മിൽ ഡിഫറൻസ് അവിടെ 2 ഉള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 343 നമുക്ക് 345 - 2 എന്നൊക്കെ കണക്ട് ചെയ്യാൻ പറ്റും. കാരണം ഈ 345 ആണ് ഏതിന്റെ മൾട്ടിപ്പിൾ ആയിട്ട് വരുന്നത്, 23ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് വരുന്നത്. അപ്പൊ നമുക്ക് കാര്യം ഇത്രയേ ഉള്ളൂ. ഈ 7⁻103 ഞാൻ ആദ്യം 103ന്റെ തൊട്ട് മുന്നേ ഉള്ള 3ന്റെ മൾട്ടിപ്പിൾ, കാരണം 7³ ആയിട്ടാണ് കണക്ട് ചെയ്യുന്നത്. അപ്പൊ 7 into 7⁻102 എന്ന് എഴുതും. ഓക്കെ, ഇനി എന്താ ഇതിന്റെ ഒരു കാര്യം എന്ന് പറയുന്നത് വെച്ചാൽ 7 into ഈ 7 അങ്ങനെ തന്നെ നിൽക്കട്ടെ. ഈ 7⁻, ഈ 343 അല്ലേ വരേണ്ടത്. അപ്പൊ നമുക്ക് 7³ എന്താ 343 ആണ്. അപ്പൊ ഈ 102നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 34 കിട്ടും. അപ്പൊ നമുക്ക് ഇതിനെ എന്താ എഴുതാം, 7³ whole raised to എന്താ എഴുതാം, 34 എന്ന് എഴുതാം. 7 into 7³ എന്താ 343 ആണ്. ആ 343നെ നമുക്ക് എന്താ എഴുതാം, 345 - 2 whole raised to എന്ത് എഴുതും, 34 എന്ന് എഴുതും അല്ലേ. അതായത് ഇത് 343 ആണ്. 7 into 343 raised to 34 ആണ്. പക്ഷെ 343 എന്തല്ല, 23ന്റെ മൾട്ടിപ്പിൾ അല്ല, അതിന്റെ അടുത്ത മൾട്ടിപ്പിൾ 345 ആണ്. ഇനി ഇത് ബൈനോമിയൽ എക്സ്പാൻഷൻ ചെയ്യുന്നു. ഇത് ബൈനോമിയൽ എക്സ്പാൻഷൻ ചെയ്യുമ്പം എല്ലാ ടേമിലും എന്ത് വരും, 343 വരും. 345 വരും. ആ 345 എല്ലാം തന്നെ എന്താണ്, 23ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ 7 into ബൈനോമിയൽ എക്സ്പാൻഷനിൽ ആദ്യത്തെ ടേം 345 വരും. അടുത്ത ടേമിൽ ഇങ്ങനെ ഈ 345ന്റെ പവർ ഇങ്ങനെ ഓരോന്ന് കുറഞ്ഞ് വരികയാണ് ചെയ്യുക അല്ലേ. അങ്ങനെ ലാസ്റ്റ് ടേമിൽ പ്ലസ് ആയിരിക്കും. കാരണം ഇവിടെ ഈവൻ നമ്പർ വന്നതുകൊണ്ട് ലാസ്റ്റ് ടേം പ്ലസ് ആയിരിക്കും. ലാസ്റ്റ് ടേമിൽ 345ന്റെ പവർ 0 ആയതുകൊണ്ട് അത് 1 ആവും. അപ്പൊ ലാസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ 2⁻34 ആണ്. അപ്പൊ ഈ എല്ലാ ടേമും എന്താണ്, മൾട്ടിപ്പിൾ ഓഫ് 23 ആണ്.
അപ്പൊ ഇനി നമ്മൾ ചെക്ക് ചെയ്യാനുള്ളത് എന്തേ ഉള്ളൂ, ദാ 7 ഇൻറ്റു നോക്കൂ 7 ഇൻറ്റു 2�34 ഈസ് ഇങ്ങനെ മാറ്റി എഴുതിയത്. ഓക്കെ, ഇനി 7 ഇൻറ്റു 2�34 എന്തൊക്കെയാണെന്ന് നോക്കണം. 7 ഇൻറ്റു 2�34നെ 2 സ്ക്വയർ ഇൻറ്റു 2�34 2 സ്ക്വയർ ഇൻറ്റു 232 എന്ന് എഴുതാം. അതായത് ഇനി ഈ 2ന്റെ പവർ ആയിട്ട് നിൽക്കുമ്പോൾ എന്താണ് 253 എന്ന് പറയുന്നത് 23 ഇൻറ്റു 11 ആണ്. അപ്പൊ ഈ 2ന്റെ ഏറ്റവും അടുത്ത പവർ അവിടെ 2⁸ ആണ്. അപ്പൊ 34 8ന്റെ മൾട്ടിപ്പിൾ അല്ല, 8ന്റെ തൊട്ട് മുന്നേയുള്ള മൾട്ടിപ്പിൾ 32 ആണ്. അതുകൊണ്ടാണ് അതിന് 2 സ്ക്വയർ ഇൻറ്റു 2�32 എന്ന് എഴുതിയത്. ഓക്കെ, 7 ഇൻറ്റു 2 സ്ക്വയർ 4, അപ്പൊ 28 ഇൻറ്റു ഇതിനെ നമുക്ക് എന്ത് എഴുതാം 2⁸ ഹോൾ റൈസ് ടു എന്ത് എഴുതാം 4 എന്ന് എഴുതാം. ഓക്കെ, അതായത് 28 ഇൻറ്റു 2⁸ 256 ആണ്. അത് എന്തല്ല 3ന്റെ മൾട്ടിപ്പിൾ അല്ല, സോറി 23ന്റെ മൾട്ടിപ്പിൾ അല്ല, അതിന് തൊട്ട് മുന്നേയുള്ള 253 ആണ്. 253 പ്ലസ് 3 ഹോൾ റൈസ് ടു 4. അപ്പോ ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എല്ലാ ടേമിലും 253 വരും. ഏത് ടേമിൽ ഒഴികെ? ലാസ്റ്റ് ടേമിൽ ഒഴികെ ബാക്കി എല്ലാ ടേമിലും 253 വരും. അപ്പൊ ലാസ്റ്റ് ടേമിലേക്ക് പോകുന്ന സമയത്ത് ഇത് എങ്ങനെയാ വരിക? 23 ഇൻറ്റു അല്ലെ 3⁻4 അല്ലെ, 23 അല്ലല്ലോ 28, പുറത്ത് 28 അല്ലേ, 7 ഇൻറ്റു 2 സ്ക്വയർ 28 ഇൻറ്റു 3⁻4. അതായത് അത് 28 ഇൻറ്റു 81 എന്നായി. ഇനി 28 ഇൻറ്റു 81 7ന്റെ മൾട്ടിപ്പിൾ എന്നുള്ളത് നോക്കണ്ടേ? 28 നമുക്ക് 23 പ്ലസ് 5 എന്ന് എഴുതാം. തൊട്ടടുത്ത 7ന്റെ മൾട്ടിപ്പിൾ എന്താ? 23 ആണ്. മറ്റേത് 69 പ്ലസ് 12 എന്ന് എഴുതാം, കാരണം 23ന്റെ മൾട്ടിപ്പിൾ 69 ആണ്. അപ്പൊ ഇതിങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 23 ഇൻറ്റു 69 പ്ലസ് 23 ഇൻറ്റു 12 പ്ലസ് 5 ഇൻറ്റു 69 പ്ലസ് 5 ഇൻറ്റു 12. ഇത് 23ന്റെ മൾട്ടിപ്പിൾ ആണ്, ഇത് 23ന്റെ മൾട്ടിപ്പിൾ ആണ്. മൂന്നാമത്തെ ടേമും എന്താണ്? 23ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പൊ നാലാമത്തെ ടേം എന്ന് പറയുന്നത് 5 ഇൻറ്റു 12 എന്താ? 60 ആണ്. 60 എന്തായാലും റിമൈൻഡർ വരൂലല്ലോ. റിമൈൻഡർ എപ്പോഴും 23 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ എന്തായാലും 23യേക്കാൾ താഴെ ആയിരിക്കുമല്ലോ. അപ്പൊ 16നെ 23 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞിട്ട് വെച്ചാൽ എന്താ വരിക? 46 വരും. അവിടെ റിമൈൻഡർ എന്ത് വരും? 14 വരും. അപ്പൊ നമുക്ക് കിട്ടേണ്ട റിമൈൻഡർ എന്താണ്? 14 ആണ്. ഓക്കെ.